ബിലെയാമിന്റെയും കഴുതയുടെയും കഥ. ഒരു കാലത്തെ ബിലെയാം എന്നൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇസ്രായേലിയൻ അല്ലായിരുന്നു. ദൈവം ബിലെയാമിനോട് പറഞ്ഞു, ഇസ്രായേലിനെ ശപിക്കരുത്, അവർ എന്റെ ജനമാണ്. പക്ഷേ മോവാബ് രാജാവിന്റെ ആടുകൾ വീണ്ടും വന്നു വലിയ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബിലെയാം തന്റെ കഴുതപ്പുറത്ത് കയറി യാത്രയായി. പക്ഷേ വഴിയിൽ ഒരു വലിയ ദൂതൻ വാൾ പിടിച്ച് അവനെ തടഞ്ഞു. അത് ബിലെയാമിന് കാണാനായില്ല. പക്ഷെ അവന്റെ കഴുത കണ്ടു. കഴുത വഴി തിരിഞ്ഞ് വയലിലേക്ക് പോയി. ബിലെയാം കോപിച്ച് കഴുതയെ അടിച്ചു. ആ നേരം ദൈവം ഒരു അത്ഭുതം ചെയ്തു. കഴുത സംസാരിക്കാൻ തുടങ്ങി. നീ എന്തിനെന്നെ അടിക്കുന്നു? ഞാൻ നിന്നെ എല്ലായ്പ്പോഴും സഹായിച്ചിട്ടല്ലേ ഇരിക്കുന്നത് എന്ന് കഴുത ചോദിച്ചു. അതിന് പിന്നാലെ ബിലെയാമിന്റെ കണ്ണു തുറന്നു. വാൾ പിടിച്ചു ദൂതൻ നിൽക്കുന്നത് അവൻ കണ്ടു. ദൂതൻ പറഞ്ഞു, കഴുത നിന്നെ രക്ഷിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമായിരുന്നു. ഇനി നീ ദൈവം പറയുന്നത് മാത്രം ചെയ്താൽ മതി. ബിലെയാം തന്റെ തെറ്റു മനസ്സിലാക്കി ദൈവവചനങ്ങൾ കേൾക്കാമെന്ന് സമ്മതിച്ചു. ഈ കഥയിലൂടെ ദൈവം നമ്മെ എല്ലായ്പ്പോഴും സംരക്ഷിക്കുന്നു. നമ്മൾ തെറ്റായ വഴി പോകുമ്പോൾ ദൈവം നമ്മെ തടയുന്നു എന്ന് മനസ്സിലാക്കാം. നന്ദി.